ഓണമാണ്. ഓണത്തിന് പല വിധത്തിലുള്ള അത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉള്ളത് ഇളവുങ്കലാണ്. ഇവിടെ ഇളവുങ്കൽ ബ്രദേഴ്സ് എന്നുള്ള ഒരു സംഘം അവരുടേതായ രീതിയിൽ അത്തം വിട്ടിട്ടുണ്ട്. ഈ അത്തത്തിൻ്റെ പ്രത്യേകത ഓരോ ദിവസം ഓരോരുത്തരാണ്. കഴിഞ്ഞ ദിവസം സ്പൈഡർമാനൊക്കെയാണ് ഇവിടെ അത്തത്തിൽ വന്നു പോയത് എന്നുള്ളതാണ്. മാത്രമല്ല യേശുക്രിസ്തു വരെ ഇവരുടെ അത്തത്തിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഉണ്ണിക്കണ്ണനാണ് ഇന്ന് ഇവരുടെ അത്തത്തിൽ എത്തിയിട്ടുള്ളത്. 10 ദിവസം 10 വ്യത്യസ്ത അത്തമാണ് ഈ യുവാക്കളുടെ സംഘം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്ന ആൾ നിതീഷാണ്. കുക്കു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഓരോ അത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങളിവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുമ്പം കുക്കു ഇതൊരു ഇംപെർഫെക്ഷൻ അല്ലേ എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ടിരിക്കും, അത് അവസാനം ആയിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ ജസ്റ്റ് ഇവരെ ഒന്നൊക്കെ സഹായിച്ചിട്ട് ഇവരെ ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരെല്ലാം തുടങ്ങിയത്. അപ്പോൾ അവരാണ് നമുക്ക് കോൺഫിഡൻസ് തന്നത്. അവരിവിടെ പെര വന്നതും ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. അത് മാറി ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ മണ്ണിടിക്കുന്ന ആൾക്കാരും എല്ലാവരും സഹായിച്ച് ഞങ്ങൾ മണ്ണൊക്കെ ഇട്ടൊക്കെയാണ് റെഡിയാക്കി ആദ്യത്തെ അത്തയിട്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് മണ്ണ് സ്പോൺസർ ചെയ്ത ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. പുള്ളി വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലായതുകൊണ്ട് പുള്ളിയുടെ അതിന് വേണ്ടിയിട്ട് അയാളെ കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഇട്ടത് യേശു ക്രിസ്തുവിൻ്റെ അത്തം. ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അത്തം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഹിന്ദു വിശ്വാസം അങ്ങനെയുള്ളതൊന്നുമല്ല, ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ. ഈ അത്തത്തിന് പിന്നിലെ കലാകാരനാണ് അടുത്തത്. എങ്ങനെയാണ് നമ്മൾ ഓരോ അത്തവും ഇങ്ങനെ മനോഹരമാക്കുന്നത്? അങ്ങനെയില്ല, ഞങ്ങളിപ്പം മാക്സിമം വെറൈറ്റി ചെയ്യാനുള്ള ഒരു ഇതാണ്. അത്തം എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ എല്ലാത്തിൻ്റെതല്ലേ, അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമാക്കുന്നു. ഇത് എത്ര നേരം എടുക്കും ഈ പടമൊക്കെ വരച്ച് ഇതേപോലെ അത്തം പൂവൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളത്? ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുക്കും. നമ്മൾ രാത്രി തുടങ്ങിയിട്ട് ചില ദിവസങ്ങളിൽ 4-5 മണി വരെയൊക്കെ പോകും, ചില ദിവസം നേരത്തെയും ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും അത്തം ഇടുമ്പോൾ നമ്മൾ മൊത്തം വായിക്കണമല്ലോ, അപ്പോൾ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്? വിഷമമില്ല, കാര്യം ഓരോ മായ്ക്കലും അടുത്തൊരു അത്തം ഇടാൻ വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ടുള്ളൊരിത്, അത് വിഷമമൊന്നുമില്ല. പൂവിൻ്റെ ചിലവൊക്കെ എങ്ങനെയാണ്? ആരാണ് ഇതിൻ്റെ സ്പോൺസേഴ്സൊക്കെ ആരാണ്? സ്പോൺസേഴ്സ് ഓരോ സ്പോൺസേഴ്സാണുള്ളത്. അപ്പോൾ പറ്റുന്നുള്ളതിനെ സഹായിക്കാറുണ്ട് നമ്മളെ കൊണ്ട്. അവർ പൂവിൻ്റെ പൈസ അവർ തരാറുണ്ട്. എത്ര രൂപയുടെ പൂ ആവശ്യം വരുന്നുണ്ട്? അറൗണ്ട് ഒരു 1800-1900 ആ ഒരു റേഞ്ചിലകത്ത് പൂ വരുന്നുണ്ട് എല്ലാ ദിവസവും. 10 ദിവസത്തെ ഏതൊക്കെയായിരുന്നു? സ്പൈഡർമാൻ പറഞ്ഞു, ജീസസ് പറഞ്ഞു, ഇപ്പോൾ ഉണ്ണിക്കണ്ണനായി. അടുത്ത് ഫസ്റ്റ് ദിവസം ഹനുമാനായിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അയ്യപ്പൻ, മുരുകൻ, പിന്നെ അത് യേശു ക്രിസ്തു ഇട്ടു, കറുപ്പസ്വാമി കഴിഞ്ഞ് ഇന്നലെ ഇട്ടായിരുന്നു, ഭദ്രകാളി. ദൈവങ്ങളിവിടെ ഈ തറയിൽ വന്നിട്ടുണ്ട്. അതെ, നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇടും. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.